സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ മറ്റേ ASMR ആയിരുന്നു രാവിലെ അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നത്. ഞാൻ അതും എടുത്തേക്ക് പൊക്കോട്ടേയിരുന്നു. നയിക്കാത്താണോ ഞാൻ മറന്നുപോയി. ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് അയ്യോ എന്തോ ചെയ്യാറുണ്ടല്ലോ എന്നാലോചിച്ചപ്പോഴാണ് വീഡിയോ എടുത്തില്ല. കുറേ പാസ് ചെയ്തു. നമ്മൾ ഏകദേശം എന്താണ്ട് ഈ ടെക്നോ ആ പാർക്കിൻ്റെ IT പാർക്കിൻ്റെ ആ ഏരിയ അവിടെ എത്തി. നമ്മൾ ഇന്ദിരാനഗർ ഒരു പാലവിടെ കയറി കഴിഞ്ഞാൽ ഇന്ദിരാനഗറായി, 100 ഫീറ്റ് റോഡായി. അത്ര എത്തി. ഇത് നല്ല താമസിച്ചു. 9:22 അങ്ങനെ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിലൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നിങ്ങൾക്ക് ഇഷ്ടത്തോടെ പോകാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ജോബല്ല ഇതൊക്കെ. ഇഷ്ടമൊന്നും ഇല്ല, പക്ഷെ പോയേ പറ്റുള്ളൂ. എന്ത് ചെയ്യുക, നമ്മൾ അസൈൻ ചെയ്ത് വെച്ചേക്കണ നമുക്ക് കുറച്ച് പണികളുണ്ടാവുമല്ലോ, അത് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. കുറേ പണിയുണ്ട് അങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോവുക, പണി ചെയ്യുക, തിരിച്ചു വരിക. അങ്ങനെ നല്ല റഷ് ഉണ്ട്. വലിയതായിട്ടില്ല. തിങ്കളാഴ്ചയുടെ ഒരു ഇതുണ്ട്. തിങ്കളാഴ്ച ഇവിടെ കുറവായിരിക്കും റഷ്. ഈ മടിവാളയിലോട്ട് ഇവിടുന്ന് നല്ല തിരക്കുണ്ട് രാവിലെ ആകുമ്പോൾ. എന്താണെന്ന് തോന്നുന്നു വൈകിട്ടാകുമ്പോൾ തിരിച്ചു കൊണ്ട് ഇവിടുന്ന് മടിവാളയിലോട്ടാണ് ആൾക്കാരായിട്ട് കൂടുതൽ കൂടെ. നല്ല ദൂരെ വണ്ടികളുണ്ട് ഇവിടെ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളാണെങ്കിലും അയാൾ ഒരു 4 ചക്ര വാഹനത്തിലേ പോവുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ വണ്ടികളിലും കോമൺ ആയിട്ടുള്ളത് ആ വണ്ടി ഓടിക്കുന്ന ഒരാൾ മാത്രം, ആ ഡ്രൈവർ മാത്രമേ വണ്ടിക്കകത്തുള്ളൂ. ഏത് വണ്ടി എടുത്താലും, ഞാനിപ്പോൾ ഏത് വണ്ടി ഞാൻ എടുത്താലും എനിക്ക് അത് ഒരാളെ മാത്രമേ കാണൂ. 7 സീറ്റർ ആയാലും 4 സീറ്റർ ആയാലും ഞാൻ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ. സെഡാനായാലും ഹാച്ച് ബാക്ക് ആയാലും SUV ആയാലും അതിനകത്തെല്ലാം ഒരാളേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാളാണെങ്കിൽ അവർക്കൊന്നും ബൈക്ക് ഒരു പൊസിഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ബൈക്കിൽ പോകാൻ പറ്റില്ല. അതും വേറൊരു കാര്യമാണ്. നമ്മൾ ഒരു MNC കമ്പനിയിലെ വലിയ മാനേജറിനോടോ അല്ലെങ്കിൽ വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളോട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ബൈക്കിൽ വന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ബസ്സിൽ വന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ആ ഡിഗ്നിറ്റി നോക്കണ്ടേ. അതുകൊണ്ട് അവർ ഒരാളാണെങ്കിലും മാറിപ്പോകും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ആ റോട്ടിലുള്ള അത്രയും സ്പേസ് പോകും. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ ബ്ലോക്ക് ഉണ്ടാകട്ടെ. എന്ത് നമുക്കെന്ത് എന്തായാലും ബ്ലോക്ക് തന്നെ. ആ ബ്ലോക്കിനനുസരിച്ച് മാനേജ് ചെയ്ത് ഇറങ്ങാം, അത്രയേ ഉള്ളൂ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്ലോക്ക് തന്നെ. ബ്ലോക്ക് ഉണ്ടാകാനുള്ള മെയിൻ പ്രശ്നം അതാണ്. ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ വണ്ടിക്കകത്തും ഒരാളേ ഉള്ളൂ. എണ്ണി പറയാം. പാട്ടവർ അങ്ങനെ നമ്മൾ ഇന്ദിരാനഗർ 100 ഫീറ്റ് റോഡെത്തി. നല്ല വെയിലുണ്ട്. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു. എന്താണ്ടോ നല്ല പൊലന്നാണ്ടാകണമെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട്. പറയാനായിട്ട് പ്രത്യേക ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ വീഡിയോ ഇത് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോ നിങ്ങൾക്കിത്, ഞാൻ ഈ വർത്തമാനം പറയണ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. ഞാൻ വീഡിയോ ഇതിടുന്നത് മൊത്തം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ മറ്റേതിനാണ് ട്രാക്ഷൻ കൂടുതൽ ASMR ഇടുന്ന വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇതൊന്നായിട്ട് ഇടുന്നത്. ഞാനിപ്പം 12 മണിക്ക് ഈ ഓഡിയോ അത് 12 മണിക്കും മറ്റേ ASMR 4 മണിക്കും. അങ്ങനെയാണ് ഞാൻ ടൈം വെച്ചിട്ട് ഞാൻ 27-ാം തീയതി വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ എനിക്ക് അറിയണം ഇത് ഇടുന്നത് കൊണ്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ. എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വാട്ടവർ ഐ വിൽ പോസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ASMRലേക്ക് മാത്രം മാറിയിട്ട് എന്താണെന്നാ എനിക്കറിയില്ല. 2 പോസ്റ്റ് ചെയ്യണോ? ഓക്കെ, ഞാൻ 2 പോസ്റ്റ് ചെയ്യാം. ഞാൻ എന്തിനാണ് അതിനകത്തൊരു കൺഫ്യൂഷൻ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനത് കാണുന്നുണ്ടോ അത് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെ നല്ല തിരക്കുണ്ട്, മൊത്തം തിരക്ക്. അവിടുന്ന് ഇങ്ങോട്ട് കുറേ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരക്കേണ്ട പ്രശ്നം അതാണ്. അപ്പം ഇവിടുന്ന് ഈ സൈഡ് വെട്ടി പോണ, അതായത് ഞാൻ പോണ വഴിക്ക് പോണ വഴിയിൽ കണ്ടല്ലോ അവിടെ ഒരു കാർ ബ്ലോക്ക് ഇട്ടൊക്കെ ഉണ്ട്. അതേപോലെ വഴികളിൽ ആൾക്കാർ
വണ്ടി കയറ്റിയിട്ട് അത് ബ്ലോക്കാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്കുണ്ട്, നല്ല ബ്ലോക്കുണ്ട്. സാധാരണ തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ബ്ലോക്ക് വരാത്തതാണ്. ഞാൻ സമയം താമസിച്ച് വന്നുകൊണ്ടും അതൊരു ബ്ലോക്കിനൊരു കാരണമാകാം. ഞാനിന്ന് താമസിച്ചാണല്ലോ വന്നത്. ഇന്ന് രാവിലെ നടക്കാൻ പോയില്ല. ഇന്നലെ രാത്രി നടക്കാൻ പോയി. ഇന്നലെ രാത്രി ആഹാരം കഴിച്ചിട്ട് ഇന്നലെ രാത്രി നടക്കാൻ പോയി. ഞാൻ ശനിയും ഞായറും പോകാറില്ല, പക്ഷേ ഇന്നലെ ഞായറാഴ്ച രാത്രി പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. അതുകൊണ്ടല്ല പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. 6 മണിക്കൊക്കെ ഒന്ന് കണ്ണ് തുറന്നു അലാറമൊക്കെ അടിച്ചപ്പോൾ. പിന്നെ പോകാൻ തോന്നിയില്ല. രാത്രി പോകാമെന്ന് വെച്ചു. നല്ല ബ്ലോക്കുണ്ട്. നമ്മൾ ഈ വഴിക്കകത്ത് പെട്ടു പോവുകയും ചെയ്യും. കാരണം ആ സൈഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിലായിപ്പോയി, മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഏകദേശം നുഴഞ്ഞ് കയറി ഇവിടെ പോയേട്ടാ. ഫോൺ വിളിക്കണ്ട ഏട്ടാ, ഫോൺ പിന്നെ വിളിക്കുന്ന ചേട്ടാ. നമുക്ക് ഇതിൻ്റെ മുകളിൽ പോകണം, എന്നാലേ തിരിഞ്ഞു പോകാൻ പറ്റുമോ. ആ ഓട്ടോക്കാരൻ കണ്ട ഇവിടെ സൈഡ് വെട്ടി വഴി പറഞ്ഞുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ബ്ലോക്കിനുള്ള കാരണങ്ങൾ ഇതാണ്. ഇതേപോലെ ഇതിന് മുകളിലുണ്ട്. അതായത് നമ്മൾ പോണ വഴി നമുക്ക് ആ സൈഡ് വെട്ടി വേണം പോകാൻ. കുറേ ബ്രാൻഡഡ് കടകളുണ്ട് അപ്പുറം ഇപ്പുറം. എല്ലാത്തിൻ്റെയും ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ടു. ആരാണെന്തോ ഇങ്ങനെ വന്ന് ഹോണടിക്കണം. ഹോണടിച്ചു കഴിഞ്ഞാൽ അവന്മാർ പറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെറുതായി തനിയായി പോകുന്നു. ഹോണടിക്കുമ്പോൾ ആൾക്കാർക്ക് സ്ഥലം വേണ്ടേ ഫ്രണ്ടിലോട്ട് പോകാൻ. ഹോണടിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? വേറൊരു കാര്യമുണ്ട് കേട്ടോ, ചിലവന്മാരിരുന്ന് ഉറങ്ങും. അവന്മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഉണ്ടാവില്ല പോകാനായിട്ട്. അവന്മാർക്ക് പയ്യെ പോയാൽ മതിയായിരിക്കും. അങ്ങനെയുള്ളവന്മാരിരുന്ന് ഉറങ്ങും വണ്ടിക്കകത്ത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അവന്മാരെ ഉണർത്താൻ വേണ്ടിയിട്ട് ഹോണടിക്കണതും നല്ലതാണ്. അവന്മാർക്ക് ചുമ്മാ ലാഘവത്തോടെ എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതിയടേ, എനിക്ക് പെട്ടെന്ന് എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലടേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവന്മാർ ഉണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഈ ട്രാഫിക്കിൽ വന്നാകുമ്പോൾ അങ്ങനെയുള്ളവന്മാർ. അതുകൊണ്ട് BMW ഒറ്റ ആളേ ഉള്ളൂ, ഒരൊറ്റ മനുഷ്യനില്ല. ചാടിയും കൂടെ നിൽക്ക്, പെട്ടെന്ന് കുത്തിക്കയറ്റി പോ. അല്ലെങ്കിൽ ബസ് എടുത്ത് വയ്ക്കും, നമുക്ക് പോകാൻ പറ്റൂല. കണ്ട പയ്യന്മാർ ചെയ്യണുണ്ട്. അവന്മാർ കയറിപ്പോയി. ഒടിച്ച സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറിപ്പോയി. ആ സ്ഥലമില്ല. കുത്തിക്കയറ്റി ഇങ്ങനെ വയ്ക്ക്. ഹാരിയർ കുത്തിക്കയറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കതുവഴി പോകാൻ പറ്റും. അവർക്കും പോകണം, നമുക്കും പോകണം, എല്ലാവർക്കും പോകും. പക്ഷേ ബസ് കുറേ നേരമായിട്ട് അവിടെ കിടക്കാം. ഈ ഹാരിയർ കുത്തിക്കയറ്റി കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുക. അതുകൊണ്ട് ആ ബസ്സിന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ എടുക്കാം. ഇതാണ് ന്യൂ ഹൊറൈസൺ. ഞാൻ കോറമംഗലയിൽ ന്യൂ ഹൊറൈസൺ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇന്ദിരാനഗറിലുണ്ട് ന്യൂ ഹൊറൈസൺ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സിമിലാരിറ്റി തോന്നി. ഞാൻ അവിടെ കണ്ടിട്ടുള്ള പോലെ തോന്നി. ഞാനൊരു കോളേജിൽ പോകാമെന്ന് പറഞ്ഞല്ലേ, പക്ഷേ ഞാൻ അതിൻ്റെ പേര് ആലോചിച്ചിട്ട് വരുന്നില്ല. നോക്കട്ടെ, ഗൂഗിളിൽ തപ്പിയോ. എനിക്ക് ചില പേരുകൾ ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് സ്കൂളെന്ന് അത് ടോപ്പ് 10 പറഞ്ഞ ബിസിനസ് സ്കൂളാണ് ബാംഗ്ലൂരിലുള്ള. അതടുത്ത് കൊടുത്താൽ മതി.
ന്യൂ അലയൻസ് അങ്ങനെയൊന്നാണ് അലയൻസ് ഉണ്ടോ അങ്ങനെയൊന്നാണ് ആ കോളേജിൻ്റെ പേര്. എന്തായാലും അവിടെ ഒന്ന് പോകണം. അത് ഭയങ്കര കിടിലൻ കോളേജെന്നാണ് പറയണത്. നല്ല പൈസയായിരുന്നു അന്ന് പഠിക്കാൻ തന്നെ. അതൊക്കെയില്ല, പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അത് കിടിലൻ കോളേജായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ ആ ബിസിനസ് പരമായിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. ബിസിനസ് എൻ്റെ പണ്ടത്തെ വലിയ ആഗ്രഹം CEO ആവണമെന്നായിരുന്നു. അന്ന് എൻ്റെ CEO എന്താണെന്ന് പോലും എനിക്ക് അറിയണം. മറ്റേ 100 Days of Love അങ്ങനെ ഏതോ പടം കണ്ടിട്ട് അതിനകത്ത് അവർ രണ്ടുപേരും കൂടെ മറ്റേ തമന്നയുടെയും ആ ഒരു പടം ഉണ്ടല്ലോ, അതിനകത്ത് അവർ CEO ആവുകയാണല്ലോ കമ്പനികളുടെ. അപ്പോൾ എനിക്ക് CEO എന്താണെന്നൊന്നും അറിഞ്ഞൂടാന്ന്. ഒരു വലിയ കമ്പനിയുടെ വലിയ എന്തോ സംഭവമാണെന്ന് അറിയാം. ഞാൻ വിചാരിച്ച കമ്പനിക്കകത്ത് MD അതിനേക്കാൾ മകളിലാണെന്ന് അറിയാം. അങ്ങനെ അതാവണമെന്നായിരുന്നു ആഗ്രഹം. CEO ആയില്ലെങ്കിലും സീനിയർ ഡെവലപ്പറായി ഒരു കമ്പനിയിൽ. ജൂനിയറായിട്ട് കയറി സീനിയറായി. ഒരു വൺഡേ CEO ആവാം, അല്ലെങ്കിൽ നമ്മളാവും. ഇനി ഈ ട്രാഫിക്കും കൂടെ ഉണ്ട്. ഈ ട്രാഫിക്കും കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ നമ്മൾ ഈ വ്ളോഗ് കൂടെ എൻഡ് ചെയ്യുന്നതാണ്. ഞാൻ ഓഫീസിൽ പോകുന്നത്. ശരി എന്നാൽ ഞാൻ പോട്ടെ, ഞാൻ വീഡിയോ എൻഡ് ചെയ്യട്ടെ. ബൈ.